അബ്ബാസ് ബിൻ ഫർനാസിനെ കേൾക്കാത്തവരുണ്ടാവില്ല. അന്തലൂഷ്യക്കാരനായ ഈ ശാസ്ത്ര കുതുകിയാണ് കല്ലിൽ നിന്ന് ചില്ലുണ്ടാക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചത്. നമ്മൾ എഴുതുന്ന മഷിപ്പേന രൂപീകരിച്ചതും ആവിഷ്കരിച്ചതും അദ്ദേഹം തന്നെയാണ്. മണൽ ഘടികാരം ചിത്രങ്ങളിലെങ്കിലും നാം കണ്ടിട്ടുണ്ട്. അതും അബ്ബാസ് ബിൻ ഫർനാസിൻ്റെ ബുദ്ധിയാണ്. പക്ഷേ അതിൻ്റെ പേരിലൊന്നുമല്ല അദ്ദേഹം പൊതുലോകത്ത് ഓർമ്മിക്കപ്പെടുന്നത്. അത് അദ്ദേഹം പറക്കാൻ ശ്രമിച്ചതിനിടയിൽ ചിറകുകൾ ഒടിഞ്ഞ് നിലത്തു വീണ് പരാജയപ്പെട്ടതിനെയാണ്. പരാജയങ്ങൾ ആഘോഷപൂർവം ആവേശപൂർവം ഓർക്കുക എന്നത് കപട ലോകത്തിൻ്റെ സവിശേഷതയാണ് എന്ന് ചുരുക്കം. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഖുർആൻ സൃഷ്ടി വിവാദത്തിൽ വധിക്കണമെന്ന് ഫത്വ നൽകിയത് 70ഓളം ഖാളിമാരായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിൽക്കുമ്പോൾ അബ്ബാസി ഖലീഫ മുഅ്തസിമിൻ്റെ മനസ്സും കയ്യും വിറച്ചു എന്നാണ് ചരിത്രം. അപ്പോൾ ഈ ഖാളിമാരും മന്ത്രിമാരും ഉപദേഷ്ടാക്കളും പറഞ്ഞു അത്രേ, ഖലീഫ, അങ്ങും അങ്ങയുടെ രാജധാനിയും അങ്ങയുടെ രാജ്യത്തെ പണ്ഡിതന്മാരും ഇത്രമേൽ ഖാദിമാരും എല്ലാവരും പറയുന്നത് തെറ്റാണ്. അതേസമയം അഹ്മദ് ബിൻ ഹംബൽ എന്ന ഒരേ ഒരു വ്യക്തി പറയുന്നത് അതാണ് ശരി എന്നെങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചു അത്രേ. അപ്പോഴേക്കും മുഅ്തസിമിൻ്റെ മനസ്സിൽ വീണ്ടും ആശങ്കയുണ്ടായി എന്നാണ്. ഒരു ഖാളി അമിതാവേശം കാണിച്ച് പറഞ്ഞു അത്രേ, ഉഖ്തുൽഹു, അഹ്മദ് ബിൻ ഹംബലിനെ കൊന്നുകളയുക, വ അലയ്യ ദമുഹു യൗമൽ അഷ്ഹാദ്, അള്ളാഹുവിൻ്റെ വിചാരണ നാളിൽ അതിൻ്റെ ബ്ലഡ് മണി ഞാൻ ഒടുക്കിയേക്കാം. പക്ഷേ ആ ഖാളിമാരെയോ ആ ഭരണാധികാരികളെയോ ആരും ഓർക്കുന്നില്ല. ചരിത്രം ഓർക്കുന്നതും ഓമനിക്കുന്നതും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണ്. ഇവിടെ ഇങ്ങനെയാണ്, പക്ഷേ അവിടെ ഇങ്ങനെയുമാണ്. വസ്സലാം.